നമസ്കാരം, ഞാൻ ശ്യാമ സോണൽ, സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിൾ എറണാകുളം മോഡ്യൂൾ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിൾ 2000 ആണ്ടിൽ രൂപീകൃതമായ ഒരു സംഘടനയാണ്. അതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണ് 2025 വർഷത്തിൽ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം ജനുവരി മാസം കോഴിക്കോടാണ് നടന്നത്. രണ്ടാമത് പരിപാടിയായി കൊല്ലം മോഡ്യൂളിൽ അച്ചടക്ക നടപടിയെക്കുറിച്ചുള്ള ഒരു പഠന ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. മൂന്നാമത്തെ പരിപാടിയായിട്ടാണ് നാളെ വനിതാ ദിനത്തിൽ സംസ്ഥാന തലത്തിലെ വനിതാ സംഗമം സംഘടിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ 150-ൽ പരം രാജ്യങ്ങളിലെ 2 കോടി ജീവനക്കാരുടെ സംഘടനയായ UNI ഗ്ലോബൽ യൂണിയൻ ഏഷ്യ പസഫിക് റീജിയണൽ സെക്രട്ടറി ശ്രീ രാജേന്ദ്ര ആചാര്യ ആണ് നാളത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക. സർവ്വദേശീയമായി വനിതാ ജീവനക്കാർ നടത്തിയ സംഘടിത പ്രക്ഷോഭങ്ങളെപ്പറ്റിയും സ്ത്രീ തൊഴിലാളികൾ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കും. ഓൾ ഇന്ത്യ SBI സ്റ്റാഫ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സഖാവ് L. ചന്ദ്രശേഖറാണ് മുഖ്യ പ്രഭാഷണം നടത്തുക. പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി ശൈലേഷ്യ ഗോപാലകൃഷ്ണൻ മാനസിക ആരോഗ്യത്തിൻ്റെ സമസ്യകൾ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും. SBI സ്റ്റാഫ് ഫെഡറേഷൻ പ്രസിഡന്റ് സഖാവ് പങ്കജ് കൗശിക്, സ്റ്റാഫ് യൂണിയൻ പ്രസിഡന്റ് സഖാവ് രജത് HC, ജനറൽ സെക്രട്ടറി സഖാവ് S. അഖിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. കൂടാതെ ലിംഗസമത്വം, തൊഴിലിടം, ട്രേഡ് യൂണിയനുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്റ്റാഫ് യൂണിയൻ്റെ വനിതാ അംഗങ്ങൾ പങ്കെടുക്കുന്ന പാനൽ ചർച്ചയും നടക്കും. സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ ചിത്രരചന, കവിതാരചന, ഉപന്യാസ രചന മത്സരങ്ങളുടെ വിജയികൾക്ക് സമ്മാന വിതരണവും നടക്കും. സ്റ്റാഫ് യൂണിയൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സഖാവ് ശ്രീകലാജി അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിന് സ്വാഗത സംഘം ചെയർപേഴ്സൺ സഖാവ് സുധാ അനിൽകുമാർ സ്വാഗതവും ജനറൽ കൺവീനർ സഖാവ് ശ്യാമ സോമൻ നന്ദിയും രേഖപ്പെടുത്തും. സഖാവ് സുമേഷ് ജി, സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിൾ എറണാകുളം മോഡ്യൂളിൻ്റെ DGS ആണ്. മാഡം സുധാ അനിൽകുമാർ സംഘാടക സമിതി ചെയർപേഴ്സണാണ്. ഇത് സഖാവ് അഖിലസ്, സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിളിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അറ്റത്ത് കോമ്രേഡ് നസീർ, എറണാകുളം സബ് ഓഫീസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. സംഘടനയെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് 1806 രൂപീകൃതമാവുന്നത്. 1806 രൂപീകൃതമായ സംഘടന അന്ന് ഇത് ചെന്നൈ, തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 1946 ഇവിടെ ആദ്യത്തെ ഈ മേഖലയിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തുടങ്ങുന്നത്. 2000 ആണ്ടിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിന് വേണ്ടി മാത്രമായി പ്രത്യേക ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിൾ രൂപീകരിച്ചത്. അതിനെ തുടർന്നാണ് 2000 ആണ്ടിൽ സ്റ്റേറ്റ് ബാങ്ക്സ് സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിൾ എന്ന സംഘടന രൂപീകൃതമാകുന്നത്. സംഘടനയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് കേരളത്തിൽ SBIയിലെ 7100 ജീവനക്കാരാണ് ഈ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളത്. പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ്. ഏതെങ്കിലും സെൻട്രൽ ട്രേഡ് യൂണിയനുകളായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയൻ അല്ല, സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ്. ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1,30,000 വരുന്ന ജീവനക്കാരുടെ സംഘടനയാണ് ഓൾ ഇന്ത്യ SBI സ്റ്റാഫ് ഫെഡറേഷൻ. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് നാളെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അഖിലേന്ത്യാ സംഘടനയും സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് പ്രധാനമായും സ്വതന്ത്ര ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. 2000 ആണ്ടിൽ രൂപീകൃതമായ സംഘടന ഇപ്പോൾ 25 വർഷം അതിൻ്റെ രജത ജൂബിലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളാണ് നടത്തുന്നത്. 25 വർഷക്കാലം ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ബാങ്കിങ് രംഗത്ത് പൊതുമേഖലാ ബാങ്കുകൾ വഹിക്കേണ്ടുന്ന പ്രസക്തിയെ സംബന്ധിച്ച്, പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ച് നമുക്കറിയാം, എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളുടെയും വായ്പയുമായി ബന്ധപ്പെട്ടതും ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കേരളത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്, ഇന്ത്യയിലും പ്രധാന പങ്ക് വഹിക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 2017 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറുമായുള്ള ലയനം നടന്നിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. 1200-ലധികം ശാഖകൾ കേരളത്തിലുണ്ട്. നമ്മുടെ എറണാകുളത്ത് തന്നെ അടുത്ത് തന്നെയുള്ള ലക്ഷദ്വീപിൽ നമുക്ക് നിലവിൽ 4 ശാഖകൾ നിലവിലുണ്ട്. അപ്പം ഏറ്റവും
അടിസ്ഥാനപരമായിട്ട് ബാങ്കിങ് സേവനം ഉറപ്പുവരുത്തുക എന്നുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി ശാഖകൾ തുടങ്ങുന്നത്. ഇപ്പം നമുക്ക് നേരത്തെ ഓർമ്മയുണ്ടാവും 2017 ലയനത്തിന് ശേഷം നിരവധി ശാഖകൾ അടച്ചുപൂട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എറണാകുളത്ത് അടക്കം നിരവധി ശാഖകൾ അടച്ചുപൂട്ടിയിരുന്നു. അപ്പോഴും സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ എടുത്തിട്ടുള്ള നിലപാട് കേരളത്തിലെ ബാങ്കിങ് സേവനം ലഭ്യമല്ലാത്ത മേഖലകളിലേക്ക് ഈ ശാഖകളെ പുനഃക്രമീകരിക്കണമെന്നുള്ളതായിരുന്നു. ഇപ്പം ഏകദേശം 5-6 വർഷങ്ങൾക്ക് ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യാപകമായി കേരളത്തിൽ വീണ്ടും ശാഖകൾ തുറക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പൊതുമേഖലാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ള സംഘടനയുടെ നിലപാടിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഒരു സമീപനത്തിലേക്ക് ബാങ്കിനെയും എത്തിക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ തൊഴിലിടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വനിതാ ദിനത്തിൽ നമുക്ക് അറിയാം, ബാങ്കിങ് രംഗം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ലിംഗസമത്വം എന്ന് പറയുന്നത് നാം പറയുന്നത് പോലെയുള്ള പ്രാവർത്തികമാകുന്ന ഒന്നല്ല. ലിംഗസമത്വമില്ല. നമുക്ക് ലിംഗവിവേചനം ഒരു പരിധിവരെ നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടറുകളിൽ ലിംഗവിവേചനം ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. പക്ഷേ ലിംഗസമത്വത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ഈ ബാങ്കിങ് മേഖലയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തൊഴിലാളികൾക്കിടയിൽ ലിംഗസമത്വത്തിൽ നിന്നുപരിയായി അതിലേക്ക് തൊഴിലിടത്തിലും സുരക്ഷിതമായ തൊഴിലിടം എന്നുള്ളതിനേക്കാൾ ഉപരിയായി സമത്വത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളും ഉദ്ദേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംഘടന ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിൽ ഒരു വനിതാ സമ്മേളനം നടത്തുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1500 വനിതകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1500 വനിതകളിലാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക. പിന്നീട് ഭാരവാഹികളായിട്ടുള്ള കുറച്ച് ആളുകളും കൂടി സമ്മേളനത്തിലുണ്ടാകും. അപ്പോൾ തീർച്ചയായും ഇതിന് സമ്മേളനം നമ്മുടെ 1500 പേര് പങ്കെടുക്കുന്ന സമ്മേളനം നടത്തിയാലും ഇതിൻ്റെ ഒരു പ്രചാരണം എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തിന് ജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ഇതിൻ്റെ ആശയം തന്നെ നമ്മുടെ ഒരു പ്രധാനമായ ഒരു പാനൽ ഡിസ്കഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലിംഗസമത്വം, തൊഴിലിടം, ട്രേഡ് യൂണിയനുകൾ എന്നുള്ളതാണ്. ഇപ്പോൾ ലിംഗസമത്വത്തിലേക്ക് പോകുന്നതിൽ തൊഴിലിടത്തിൽ ട്രേഡ് യൂണിയനുകൾക്ക് വ്യക്തമായ ഒരു പങ്ക് വഹിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് പോക്കിന് ഇത്തരത്തിലുള്ള സംഘടിക്കലുകൾ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലാണെങ്കിലും സംഘടിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.